ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. നഗ്നനായ പ്രഹസ്തൻ ലങ്കേശ്വര നിർദ്ദേശപ്രകാരം ഹനുമാനോട് തന്ത്രപൂർവം ചോദിച്ചു, ഹേ വാനര, ആശ്വസിക്കുക, നിന്നെ ഇവിടെ നിന്ന് ഒരാളും ഉപദ്രവിക്കുകയില്ല. ഒട്ടും ഭയപ്പെടേണ്ട. ദേവേന്ദ്രൻ നിന്നെ രാക്ഷസേശ്വര വാസസ്ഥാനമായ ഈ ലങ്കയിലേക്ക് അയച്ചതാണോ? ഒളിക്കാതെ സത്യം പറഞ്ഞാൽ മതി വാനര, പേടിക്കേണ്ട. നിന്നെ കെട്ടഴിച്ചു വിട്ടേക്കാം. കുബേരൻ്റെയോ അന്തകൻ്റെയോ വരുണൻ്റെയോ ചാരനാണോ നീ? വെറുമൊരു നേരം പോക്കിന് വാനര രൂപം ധരിച്ച് ഞങ്ങളുടെ അരമനയിൽ വന്നതാണോ? ഹനുമാന്റെ പ്രഭാവം കണ്ട് പ്രഹസ്തൻ്റെ മനസ്സ് കലങ്ങിയതിനാലാണ് വാനരനാണോ എന്ന് സംശയിക്കുന്നത്. പ്രഹസ്തൻ ധൈര്യം അവലംബിച്ച് തുടർന്നു, വാനര രൂപത്തിലുള്ള നീ ഞങ്ങളെ ജയിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷ്ണുവനാൽ അയക്കപ്പെട്ട ദൂതനാണോ? നിന്റെ തേജസ് കാണുമ്പോൾ ഒരു വാനരനാണെന്ന് തോന്നുന്നില്ല. രൂപം മാത്രമേ കുരങ്ങൻ്റെയുള്ളൂ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ മതി, എന്നാൽ നിന്നെ വിട്ടയക്കാം. കളവ് പറഞ്ഞാൽ തീർച്ചയായും നിന്നെ കൊല്ലും. എന്തൊരു കാര്യത്തിനു വേണ്ടിയാണ് രാവണാലയത്തെ നീ പ്രാപിച്ചത്? നിർഭയനായിരിക്കുന്ന ഹനുമാൻ പ്രഹസ്തൻ്റെ മുഖത്തേക്ക് നോക്കാതെ രാവണൻ്റെ മുഖത്തിൽ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഞാൻ ഇന്ദ്രൻ്റെ ആളല്ല, യമൻ്റെയോ വരുണൻ്റെയോ ദൂതനല്ല. കുബേരനോടും എനിക്ക് ബന്ധമില്ല. മഹാവിഷ്ണുവിനാൽ അയച്ചവനുമല്ല ഞാൻ. ഈ ആകൃതി വിശേഷം ജനനാൽ തന്നെയുള്ളതാണ്. യഥാർത്ഥത്തിൽ ഞാനൊരു വാനരൻ തന്നെ. രാക്ഷസ ചക്രവർത്തിയായ അങ്ങയെ കാണണമെന്നാണ് ഉദ്ദേശം. അതിനൊരു എളുപ്പ വഴിയായി തോന്നിയതിനാൽ പൂങ്കാവ് തകർത്തു എന്ന് മാത്രം. അശോകവനിക നശിപ്പിച്ച് കാര്യം സാധിപ്പാൻ ഒരുങ്ങിയപ്പോൾ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ബലശാലികളായ രാക്ഷസന്മാർ വന്നു. എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ അവരോട് എതിർത്തത്. അസ്ത്രപാശങ്ങളാൽ എന്നെ ബന്ധിക്കാൻ ദേവന്മാർക്കോ അസുരന്മാർക്കോ സാധിക്കുന്ന കാര്യമല്ല. ദേവദേവനായ ബ്രഹ്മാവിനാൽ അങ്ങനെയൊരു വരം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട്. രാജാവായ അങ്ങയെ കാണാൻ ബ്രഹ്മാസ്ത്രബന്ധിതനായാണെന്ന് അഭിനയിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ദേവാസുരന്മാരെയും പിതാമഹാസ്ത്രത്തെയും ഭയമില്ലാത്ത എനിക്ക് നിങ്ങളെ ഭയമുണ്ടാകുമോ? അസ്ത്രം ബന്ധിച്ചിട്ടുണ്ടെങ്കിലല്ലേ എന്നെ അഴിച്ചുവിടേണ്ടു. ശരബാധയേൽക്കാത്ത എന്നെ അസ്ത്രബദ്ധനാണെന്ന് വിചാരിച്ച് രാക്ഷസന്മാർ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. അതുകൂടി അറിയാത്തവരാണ് ഈ അനുചരന്മാർ. ഞാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഒരു കൃത്യനിർവഹണത്തിനു വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുല്യ പരാക്രമിയായ ശ്രീരാമസ്വാമിയുടെ ദൂതനാണ് ഞാൻ എന്നറിഞ്ഞുകൊള്ളുക. ഹേ പ്രഭോ, ഞാൻ പറയുന്ന ഹിതവാക്യം മനസ്സിരുത്തി കേൾക്കൂ. അങ്ങ് പ്രഭുവാണ്. എന്നാൽ എൻ്റെ പ്രഭുവിൻ്റെ പ്രഭാവം എത്രമാത്രമാണെന്ന് വാക്കുകളാൽ വ്യക്തമാക്കാൻ ആർക്കും സാധിക്കില്ലെന്ന് ഓർക്കണം. ഞാൻ പറയുന്നത് കേൾക്കുകയാണ് ഉചിതവും ഹിതവും. മഹാശക്തനും ദശവദനനുമായ രാവണനെ വാനരേന്ദ്രനായ വായുപുത്രൻ നോക്കിക്കൊണ്ട് അചഞ്ചലനായി അർത്ഥം നിറഞ്ഞ വാക്കുകൾ തുടർന്നു. ഹേ രാക്ഷസേശ്വര, ശ്രീരാമദൂതനായ ഞാൻ സുഗ്രീവ സന്ദേശം അറിയിപ്പാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. വാനരേശ്വരൻ അങ്ങയെ സഹോദരഭാവേന കരുതി ഹിതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതിനാൽ ആദ്യമായി കുശലം ചോദിക്കുന്നു. ഹേ രാവണ, മഹാത്മാവായ സുഗ്രീവൻ ഈ ലോകത്തിലും പരലോകത്തിലും സുഖമേകത്തക്ക മാർഗം അങ്ങേക്ക് ഉപദേശിക്കുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കൂ. ധർമ്മത്തെയും അർത്ഥത്തെയും സിദ്ധിക്കുവാനുള്ള വഴി ഇതിലുണ്ടോ എന്ന് നല്ല പോലെ ആലോചിക്കൂ. ആന, കുതിര, തേര്, കാലാൾ എന്നീ ചതുരംഗ സൈന്യങ്ങളോടുകൂടി പിതാവ് പുത്രനെ എന്ന പോലെ പ്രജകളെ സംരക്ഷിച്ചും ദേവേന്ദ്രനെ പോലെ പ്രതാപത്തെ വഹിച്ചും കൊണ്ടിരിക്കുന്ന ദശരഥൻ എന്ന പ്രസിദ്ധനായൊരു മഹാരാജാവുണ്ട്. ഉത്തമ പുരുഷ ലക്ഷണങ്ങളെല്ലാം ഒത്തവനും എന്തും സാധിപ്പാൻ സമർത്ഥനും ദശരഥ ചക്രവർത്തിക്ക് അത്യധികം പ്രിയനുമായ സീമന്തപുത്രൻ പിതൃകൽപ്പന അനുസരിച്ച് അരമനയിൽ നിന്ന് പുറപ്പെട്ട് ദണ്ഡകാരണ്യം പ്രാപിച്ചു. സഹോദരനായ ലക്ഷ്മണനോടും കൂടി സഹധർമ്മിണിയായ സീതാദേവിയോടും കൂടി മഹാ തേജസ്വിയായ ശ്രീരാമചന്ദ്രൻ ധർമ്മത്തിൽ നിന്ന് അണുവും വ്യതിചലിക്കാതെ സൽപദത്തെ ആശ്രയിച്ചിരിക്കുന്നവനാണ്. പിതൃവാക്യത്തെ പരിപാലിക്കുന്നതിനാൽ പുത്രധർമ്മം, പതിവ്രതാരത്നമായ പത്നിയെ പിരിയാത്തതിനാൽ ഭർത്തൃധർമ്മം, സ്വ ആശ്രയത്തെ പ്രാർത്ഥിക്കുന്ന അനുജനെ രക്ഷിക്കുന്നതിനാൽ ജ്യേഷ്ഠഭ്രാതൃധർമ്മം, അരണ്യവാസത്തിന് ഉചിതമായ ജിതേന്ദ്രിയ ത്വാദിധർമ്മം, വനവാസികളായ താപസജന രക്ഷാരൂപമായ രാജധർമ്മം ഇവയെല്ലാം അനുഷ്ഠിച്ചുകൊണ്ടാണ് അവിടുന്ന് കാട്ടിൽ പോലും താമസിച്ചിരുന്നത്. വിദേഹാധിപനായ ജനക മഹാരാജ ഋഷിയുടെ സുതയും അയോനിജയുമായ സീതാദേവിയാണ് അവിടുത്തെ ധർമ്മപത്നി.
ജനസ്ഥാനത്തിൽ വെച്ച് ദേവി അപഹൃതയായി എന്ന പ്രസിദ്ധ വർത്തമാനം കേട്ട് മഹാപ്രഭു അനുജനോടൊന്നിച്ച് പത്നിയെയും അന്വേഷിച്ച് ഋഷ്യമൂക പർവ്വതത്തിൽ എത്തി സുഗ്രീവനോട് സത്യം ചെയ്യുവാൻ ഇടയായി. ശ്രീരാമസ്വാമിയുടെ പത്നി മനുഷ്യ സ്ത്രീയല്ല, ദേവിയാണ്. ദേവൻ ഏകാഗിയല്ല, മഹാരഥനായ അനുജസഹിതനാണ്. വെറുമൊരു കേവല മനുഷ്യനല്ല, ദശരഥപുത്രനാണ്. സീതാദേവിയെ അന്വേഷിക്കാമെന്ന് സുഗ്രീവൻ ശ്രീരാമദേവനോടും വാനര രാജാധിപത്യം നൽകാമെന്ന് ദേവൻ സുഗ്രീവനോടും പ്രതിജ്ഞ ചെയ്ത് സഖ്യം വരിച്ചു. പിന്നീട് അവിടുന്ന് ബാലിയെ യുദ്ധത്തിൽ നിഷ്പ്രയാസം നിഗ്രഹിച്ച് വാനരഗണനാഥനായി സുഗ്രീവനെ നിശ്ചയിച്ചു. കപികുലേശ്വരനായ ബാലിയെ അങ്ങേക്ക് മുമ്പ് തന്നെ അറിയാമല്ലോ. ആ ബാലിയെയാണ് രഘുസത്തമൻ ഒരൊറ്റ ബാണത്താൽ വധിച്ചത്. സത്യപരിപാലനിരതനായ ഹരീശ്വരൻ സീതാന്വേഷണത്തിൽ അതിജാഗ്രതയോടെ പ്രവർത്തിച്ചു തുടങ്ങി. സർവ്വദിക്കുകളിലേക്കും അനേകം വാനരന്മാരെ അയച്ചു. ആയിരക്കണക്കിൽ കപീന്ദ്രന്മാർ സർവ്വദിക്കുകളിലും ഉപരിലോകത്തിലും അധോഭാഗത്തുള്ള ലോകത്തിലും ആകാശദേശങ്ങളിലും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഏതൊരു സ്ഥലത്തും പ്രതിരോധിക്കുവാൻ ആർക്കും സാധിക്കാത്തവരാണ് ദേവിയെ അന്വേഷിക്കുന്ന കപിവരന്മാർ. അമിത ബലശാലികളായ വാനരന്മാരിൽ ചിലർ ഗരുഡനെ പോലെയും മറ്റു ചിലർ വായുവിനെ പോലെയും ഗതിവേഗം ആർന്നവരാണ് എന്ന് മനസ്സിലാക്കൂ. അവരിൽ ഒരുവനാണ് ഞാൻ, വായുദേവന്റെ ഔരസപുത്രൻ ഹനുമാൻ എന്നു പേർ. സീതാ അന്വേഷണത്തിനു വേണ്ടി 100 യോജന വിസ്താരമുള്ള സമുദ്രം ചാടിക്കടന്ന് അങ്ങയെ കാണുവാൻ ആഗ്രഹിച്ച് ഞാൻ ഇവിടെ എത്തി. സർവ്വലോക വൃത്താന്തങ്ങളും അറിയുന്ന അങ്ങയെ കണ്ടാൽ സീതാദേവിയുടെ വൃത്താന്തം അറിയുവാൻ സാധിക്കുമെന്നാണ് സുഗ്രീവന്റെ വിശ്വാസം. രാജധാനിയുടെ 4 ഭാഗവും ചുറ്റിക്കാണുന്ന സന്ദർഭത്തിൽ ദേവിയെ തന്നെ കാണാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചു. അങ്ങ് മഹാപ്രാജ്ഞനാണല്ലോ. ധർമാർത്ഥ തത്വങ്ങളെ സാക്ഷാത്കരിച്ചിരിക്കുന്നവനും തപശക്തിയാൽ ധനധാന്യാദി ഐശ്വര്യങ്ങളെല്ലാം സ്വായത്തമാക്കിയ ചക്രവർത്തിയുമാണ്. പരതാരങ്ങളെ ബന്ധനത്തിൽ ഇടുന്നത് സമുചിതമല്ലെന്ന് ഭവാന് അറിയാമല്ലോ. അങ്ങയെപ്പോലെ ബുദ്ധിശക്തി ഉള്ളവർ ധർമാനുസൃതമല്ലാത്തവയും അനേക തരത്തിലുള്ള അപായങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നവയും ഒരുപക്ഷെ മൂലവിച്ഛേദത്തെ തന്നെ വരുത്തുന്നതുമായ ഇത്തരം കർമ്മങ്ങളിൽ ഏർപ്പെടുക പതിവില്ലല്ലോ. തൽക്കാലം ബാധിച്ച ബുദ്ധിവ്യാമോഹത്തെ നല്ല പോലെ ആലോചിച്ച് പ്രതിവിധി ചെയ്യേണ്ടത് വംശനാശത്തെ വരുത്താതിരിക്കുവാൻ ആവശ്യമാണെന്ന് ഓർക്കണം. ഇത്രയും സാമോപായ രൂപമായ വാക്കുകൾ പറഞ്ഞതിനു ശേഷം ഭേദോപായത്തിന് യോജിച്ചവയാണ് ഹനുമാൻ തുടരുന്നത്. ലങ്കേശ്വര, ശ്രീരാമസ്വാമിയുടെ കോപത്തെ അനുസരിച്ച് ലക്ഷ്മണൻ അയക്കുന്ന അസ്ത്രങ്ങളെ നേരിട്ട് നിൽക്കുവാൻ ദേവന്മാരിലോ അസുരന്മാരിലോ ആരാണുള്ളത്? ഹേ രാജാവേ, രഘുകുലജാതന്മാരിൽ അദ്വിതീയനായ ദാശരഥിക്ക് അപ്രിയം ചെയ്തിട്ട് സുഖമായി ഇരിക്കുവാൻ സാധിക്കുന്നവൻ 3 ലോകങ്ങളിലും ഇല്ലെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാത്തതും അങ്ങയുടെ ഐശ്വര്യത്തെ നിലനിർത്തുവാൻ പര്യാപ്തമായിട്ടുള്ളതും ഭൂതം വർത്തമാനം ഭാവി എന്നീ 3 കാലങ്ങളിലും ഹിതമായിട്ടുള്ളതുമായ കാര്യമാണ് ഞാൻ ഉപദേശിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അത് മറ്റൊന്നുമല്ല, ജാനകി ദേവിയെ കൊണ്ടുപോയി ശ്രീരാമനിൽ സമർപ്പിക്കുക. അങ്ങനെ ചെയ്താൽ ഭൂതകാലത്തിലെ അപരാധം തീരും, വർത്തമാനകാലത്തിൽ ഐശ്വര്യം നിലനിൽക്കും. ധർമ്മം തെറ്റാത്തതുകൊണ്ട് ഭാവിയിൽ ശുഭം വന്നുചേരും. ശ്രീരാമസ്വാമി ദേവനോ അസുരനോ അല്ല. അങ്ങയുടെ രാജധാനികൾ ദേവിയെ ഞാൻ കണ്ടുകഴിഞ്ഞു. ഇല്ലെന്ന് പറയാൻ ഇനി നിവർത്തിയില്ല. ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യേണ്ടത് ദേവിയെ കൊണ്ടുപോകേണ്ടത് എൻ്റെ അധികാരത്തിൽ പെട്ടതുമല്ല. അതിന് ശ്രീരാമസ്വാമിയാണ് നായകൻ. അന്വേഷിച്ചറിയുവാൻ മാത്രമേ എനിക്ക് കൽപ്പനയുള്ളൂ. ഹേ ലങ്കേശ്വര, അങ്ങയുടെ അധീനത്തിൽ അതിദുഃഖിതയായിരിക്കുന്ന അവനീസുതയെ ഞാൻ കണ്ടു. വംശത്തെ ഉന്മൂലനം ചെയ്യുവാനുള്ള ശക്തി സ്വരൂപിണിയാണ് ദേവിയെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കൂ. അസുരന്മാർ മാത്രമല്ല, ദേവന്മാർ കൂടി യോജിച്ചാലും ദേവിയെ നശിപ്പിക്കുന്നതിന് സാധിക്കില്ല. വിഷം ചേർന്ന അന്നം ഭക്ഷിച്ചാൽ ജഡരാഗ്നിക്ക് ആ വിഷാന്നത്തെ ദഹിപ്പിക്കാൻ സാധിക്കാത്തതുപോലെ അങ്ങയുടെ ഉജ്ജ്വല വീരാഗ്നിക്ക് ദേവിയുടെ പാതിവ്രതാഗ്നിയെ നശിപ്പിക്കുവാൻ സാധിക്കുന്നതല്ല. അതികഠിനമായ തപസ്സിൻ്റെ ധർമ്മഫലമായ ഐശ്വര്യവും ആയുർലാഭവും പർദ്ധാര സ്പർശരൂപമായ പരമാധർമ്മത്താൽ നശിപ്പിക്കരുത്. ദേവദേവനായ ബ്രഹ്മാവിൻ്റെ വരത്താൽ അസുരന്മാർക്കും ദേവന്മാർക്കും വധിപ്പാൻ സാധിക്കാത്തവനാണ് ഞാൻ. എൻ്റെ ആയുർനാശം എങ്ങനെ സംഭവിക്കുമെന്ന ശങ്ക വേണ്ട. ആർക്കും വധിപ്പാൻ സാധിക്കാത്ത
വരതടസ്സവും ആയുസ്സും ഐശ്വര്യവും നശിക്കുവാനുള്ള കാരണം സന്നിഹിതമായി കഴിഞ്ഞു. നല്ല പോലെ ആലോചിച്ച് പ്രവർത്തിക്കൂ. അല്ലയോ രാക്ഷസ രാജാവേ, എൻ്റെ രാജാവും സീത അന്വേഷണ കാര്യം നിറവേറ്റുവാൻ പ്രതിജ്ഞ ചെയ്തവനുമായ സുഗ്രീവൻ ദേവനല്ല, യക്ഷനല്ല, രാക്ഷസനുമല്ല. ശ്രീരാമസ്വാമി മനുഷ്യരാജാവാണ്. സുഗ്രീവൻ വാനരേശ്വരനും ദേവന്മാരിലും അസുരന്മാരിലും പെടാത്ത മനുഷ്യനും വാനരനും അങ്ങയെ നിഗ്രഹിക്കുന്നതിന് വിഘ്നം വരുന്നതല്ല എന്ന് മനസ്സിലാക്കൂ. ആ സുഗ്രീവനിൽ നിന്ന് അങ്ങയുടെ പ്രാണരക്ഷയ്ക്കുള്ള മാർഗം എന്താണുള്ളത്? രാജാവേ, ആത്മനാശം വരുത്തുന്ന കാര്യത്തിൽ ഏർപ്പെടുന്നത് രാജത്വത്തിന് ഉചിതമല്ല. ധർമ്മപ്രവർത്തിയുടെ ഫലം സുഖമാണ്, അധർമ്മത്തിൻ്റേത് ദുഃഖവും. ധർമാധർമ്മങ്ങളുടെ ഫലങ്ങൾ അതാതിനെ അനുഗമിക്കുകയാണ് ചെയ്യുക. ധർമ്മം സുഖത്തെയും അധർമ്മം ദുഃഖത്തെയും അനുസരിക്കുന്നു. എന്നാൽ ധർമ്മപ്രവർത്തികൾ അധർമ്മഫലത്തെയോ അധർമ്മപ്രവർത്തികൾ ധർമ്മത്തെയോ നശിപ്പിക്കില്ല. രണ്ടും അതാതിൻ്റെ ഫലത്തെ കൊടുക്കുന്നതുവരെ നിലനിൽക്കും, പിന്നെ ഫലത്തിൽ അവസാനിക്കുകയും ചെയ്യും. ഫലം കൊടുത്തു കഴിഞ്ഞാൽ ധർമ്മത്തിൽ അധർമ്മവും സ്വയമേ അവസാനിക്കും. അല്ലാതെ ഒന്ന് മറ്റൊന്നിനെ നശിപ്പിക്കുന്ന സമ്പ്രദായമില്ലെന്ന് മനസ്സിലാക്കൂ. ഇതാണ് ധർമ്മശാസ്ത്ര തത്വ സ്വരൂപമെന്ന് ആലോചിക്കണം. ഇതിൽ അങ്ങു ചെയ്ത ധർമ്മത്തിൻ്റെ ഫലം മുഴുവനും അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അത്യുൽക്കടമായ അധർമ്മത്തിൻ്റെ ഫലമാണുള്ളത്. അതും ക്ഷണത്തിൽ പ്രാപിക്കാറായി. ജനസ്ഥാനത്ത് വെച്ച് നടന്ന കരദൂഷണാദികളുടെ വധം നടത്തിയത് ശ്രീരാമസ്വാമിയാണെന്ന് അങ്ങ് അറിഞ്ഞിട്ടു ഉണ്ടാകുമല്ലോ. ബാലിയെ വധിച്ചതും മറ്റാരുമല്ലെന്ന് ഓർക്കണം. മാത്രമല്ല, ശ്രീരാമചന്ദ്രനും സുഗ്രീവനും തമ്മിൽ സഖ്യവും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ആലോചിച്ച് ആത്മനാശം നേരിടാതിരിക്കുവാനുള്ള വഴി അറിഞ്ഞുകൊള്ളൂ. അതൊന്നു മാത്രമേയുള്ളൂ. ദേവിയെ പ്രഭു സമീപത്തിൽ കൊണ്ടുചെന്ന് സമർപ്പിക്കുക. ഹേ രാക്ഷസേന്ദ്ര, ആന, തേർ, കുതിര, കാലാൽ പടകളോടുകൂടി സുരക്ഷിതമായിരിക്കുന്ന ഈ ലങ്കാരാജ്യത്തെ യഥേഷ്ടം നശിപ്പിക്കുവാൻ ഈ ഞാനൊരുവൻ പ്രാപ്തനാണെന്ന് ഓർത്തുകൊള്ളൂ. എന്നാൽ ലങ്കയെ നശിപ്പിക്കുവാൻ സ്വാമിയുടെ നിർദ്ദേശം എനിക്ക് കിട്ടിയിട്ടില്ല. എന്നെ രക്ഷിപ്പാൻ ഞാൻ പ്രാപ്തനോ അല്ലയോ എന്ന് അങ്ങു തന്നെ ആലോചിച്ചറിയൂ. വാനരസംഘ മധ്യത്തിൽ വെച്ച് എൻ്റെ സ്വാമി ശ്രീരാമചന്ദ്രൻ സീതയെ അപഹരിച്ചവൻ്റെ ഉന്മൂലനാശം ഞാൻ ചെയ്യും എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതിന് വിരോധമായി ഭൃത്യനായ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതോ സേവകനായ ഞാൻ സ്വയമേ ചെയ്യുന്നതോ ഉചിതമല്ല. അതുകൊണ്ട് മാത്രമാണ് അങ്ങയോടൊന്നിച്ച് ലങ്കാരാജ്യത്തെ ഉന്മൂലനം ചെയ്യാത്തതെന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.